70% കൂടുതൽ ആളുകളും ഓരോ ദിവസവും കടന്നു പോകുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. അതായത് അവർക്കെപ്പോഴും സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവും. ഇതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങൾ, ബ്രേക്കപ്സ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ, വർക്ക് പ്രഷർ, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും ഹെഡേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യാം, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുക, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ഇഷ്യൂസ്, ഇങ്ങനെ മറ്റൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവേ സ്ട്രെസ്സും ആൻസൈറ്റിയും തമ്മിൽ നോക്കുന്ന സമയത്ത് സ്ട്രെസ്സ് വളരെയധികം ഷോർട്ട് ടൈം ആയിരിക്കും. കാരണം നമ്മളുടെ ഫീലിങ്സ് മാറുന്നതിനനുസരിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൽ നിന്നും റിക്കവർ ആകാൻ സാധിക്കും. എന്നാൽ ആൻസൈറ്റി ലോങ് ടൈമിലായിരിക്കും. അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് റിക്കവർ ആകാൻ കുറച്ച് ടൈം എടുക്കും. അതിന് വിവിധ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. സോ ടുഡേ വി ആർ ഡിസ്കസിങ് ഹൗ ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 1, ടേക്ക് ഡീപ്പ് ബ്രീതിങ്. ഇത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് വളരെ സിമ്പിളുമാണ്, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കുമാണ്. 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 21 ഡേയ്സ് ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ആ ശ്വാസത്തിനെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യുക. മൗത്തിലൂടെ ആ ഒരു ശ്വാസത്തിനെ എക്സേൽ ചെയ്യുക. സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം കണ്ടിന്യൂസ് ആയി ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ 10 to 0 വരെ കൗണ്ട് ഡൗൺ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. അതിനുശേഷം ഒന്ന് ചുറ്റുപാടും നിരീക്ഷിക്കുക. നിങ്ങളുടെ സെൻസറി ഓർഗൻസിനെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും. നമ്പർ 2, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഓർ എക്സസൈസ് റെഗുലർലി. നിങ്ങൾ എല്ലാ ദിവസവും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. നമ്പർ 3, ജേർണലിംഗ് ആണ്. അതായത് ഒരു ബുക്കും പെന്നും എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ട് ആ ഒരു കാര്യം എഴുതി തയ്യാറാക്കുക. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഓരോ തോട്ട്സിനെ കുറിച്ചും എഴുതുക. എന്നിട്ട് ഏതാണ് നിരന്തരമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ട്രിഗേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ആൻസൈറ്റിക്ക് ഉണ്ടായിരിക്കുന്ന പ്രധാന കാരണം. ആ ഒരു കാര്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആകാൻ സാധിക്കും. നമ്പർ 4, ബാലൻസ്ഡ് ഡയറ്റ്. നിങ്ങളുടെ ആഹാര രീതി എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക. അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ഒരു എഫക്റ്റിലാണ് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഷുഗർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഷുഗർ കണ്ടൻറ്റൊക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. നമ്പർ 5, സോഷ്യൽ കണക്ഷൻസ്. നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, എന്നാൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും. നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ വിളിക്കുക. അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അവർ പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ്, പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ, അതുമല്ലെങ്കിൽ ഗെയിമിങ്, അങ്ങനെ ഒരുപാട് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്പർ 6, നിങ്ങളുടെ സ്ലീപ്പിംഗ് ടൈമാണ്.
നിങ്ങൾ എത്ര സമയം ഉറങ്ങുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയുന്നതും കൂടുന്നതുമൊക്കെ. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും നെഗറ്റീവായിട്ടുള്ള ഒരു സൈക്കിളിലേക്ക് നിങ്ങളെ എത്തിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും കൃത്യമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം നൽകുകയും ചെയ്യുക. നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പാദങ്ങളെയൊക്കെ ഒന്ന് തണുപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് കുറയുന്നതിന് കാരണമായി തീരും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയും അതുപോലെ ആനിമൽസിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പല മാർഗ്ഗങ്ങളുണ്ടായിരിക്കും. ആ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.